നമ്പി രാജേഷിന്റെ കുടുംബത്തെ അറിയിച്ചു. മരണത്തിൽ ഉത്തരവാദിത്തമില്ലെന്ന് എയർ ഇന്ത്യ. എയർ ഇന്ത്യക്കെതിരെ നിയമ നടപടിക്ക് നമ്പി രാജേഷിന്റെ ഭാര്യ. മാടവനയിൽ ബൈക്ക് യാത്രികന്റെ മരണത്തിനിടയാക്കിയ അപകടം കല്ലട ബസിന്റെ അനാസ്ഥയെന്ന് മോട്ടോർ വാഹന വകുപ്പ്. ബസ് സഞ്ചരിച്ചത് അമിത വേഗതയിൽ. സ്പീഡ് ഗവർണറിന്റെ വയർ വിച്ഛേദിച്ചിരുന്നു. പിന്നിലെ ടയർ മോശമായിരുന്നുവെന്ന് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ. സംസ്ഥാനത്ത് ട്രഷറി നിയന്ത്രണം ഒഴിവാക്കി. 25 ലക്ഷം രൂപ വരെയുള്ള ബില്ലുകൾക്ക് നിയന്ത്രണമില്ല. ട്രഷറികൾക്ക് നിർദ്ദേശം നൽകി ധനവകുപ്പ്. മഴക്കെടുതിയിൽ കേരളം. തലശ്ശേരിയിൽ ഓവുചാലിൽ വീണ് സെക്യൂരിറ്റി ജീവനക്കാരൻ മരിച്ചു. നേര്യമംഗലത്ത് മരം കടപുഴകി വീണ് കാർ യാത്രക്കാരന് ദാരുണാന്ത്യം. കൊട്ടാരക്കരയിൽ മരം വീണ് വൃദ്ധമാതാവിനും മകൾക്കും പരിക്ക്. 5 ദിവസം കൂടി ശക്തമായ മഴ തുടരും. +1 സീറ്റ് പ്രതിസന്ധിയിൽ നിലപാട് കടുപ്പിച്ച വിദ്യാർത്ഥി സംഘടനകൾ. നാളെ സംസ്ഥാന വ്യാപകമായി KSUവിന്റെ വിദ്യാഭ്യാസ ബന്ദ്. SFIയും സമരത്തിൽ. പരിഹസിച്ച വിദ്യാഭ്യാസ മന്ത്രി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, SFIക്കാർ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കണമെന്നില്ലല്ലോ. അപ്പൊ നാളെ അവരെ മനസ്സിലാക്കിക്കും. അല്ല, അവരെന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത് അറിയില്ല. അവർ തെറ്റായി മനസ്സിലാക്കിയിരിക്കുന്നുണ്ടായിരിക്കും അവർ സമരം ചെയ്തു. പ്രതിസന്ധി സ്ഥിരീകരിച്ച സഭയിൽ ഭരണപക്ഷ MLA അഹമ്മദ് ദേവർകോവിൽ. ലഭിക്കാത്ത സാഹചര്യമുണ്ട്. ഇതിൽ ഒഴിഞ്ഞു കിടക്കുന്ന ആ സീറ്റുകളെ കുറിച്ച് പരിഗണിച്ചുകൊണ്ട് കുട്ടികൾക്ക് പഠിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണമെന്ന് സൂചിപ്പിച്ചു. അവസാന അലോട്ട്മെന്റിൽ പരിഹാരമെന്ന് വി ശിവൻകുട്ടി. नरेंद्र दामोदर दास मोदी जो लोकसभा का सदस्य निर्वाचित हुआ हूं, ईश्वर की शपथ लेता हूं. 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കം. സർക്കാർ 3 ഇരട്ടി അധ്വാനിക്കുമെന്ന് പ്രധാനമന്ത്രി. പ്രോട്ടേം സ്പീക്കർ പാനലിൽ നിന്ന് പിന്മാറി ഇന്ത്യ സഖ്യം. മലയാളത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് സുരേഷ് ഗോപി. ലോകസഭയിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന സുരേഷ് ഗോപിയായ ഞാൻ നിയമപ്രകാരം ഏർപ്പെടുത്തപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പ്രദർശിപ്പിച്ചുകൊള്ളാമെന്ന് ഭരണഘടന ഉയർത്തി കേരള MP മാർ. മുഖ്യമന്ത്രിക്കെതിരെ CPM ജില്ലാ യോഗങ്ങളിൽ വിമർശന പരമ്പര. എറണാകുളത്തും പത്തനംതിട്ടയിലും തൃശൂരും ഭരണവിരുദ്ധ വികാരം ഉന്നയിച്ച നേതാക്കൾ. മുഖ്യമന്ത്രിയുടെ ശകാരം തോൽവിക്ക് കാരണമായതായി തോമസ് ചാഴിക്കാടൻ. പിണറായിയെ മാത്രം കുറ്റപ്പെടുത്തേണ്ടെന്ന് കേരള കോൺഗ്രസ് M. T20 ലോകകപ്പിൽ ഇന്ത്യക്കെതിരെ ഓസ്ട്രേലിയക്ക് 206 റൺസ് വിജയലക്ഷ്യം. ക്രീസിൽ വെടിക്കെട്ട് ബാറ്റിംഗ് തീർത്ത് രോഹിത് ശർമ്മ. എയർ ഇന്ത്യ കൈയൊഴിഞ്ഞു. ജീവിതം വഴിമുട്ടി പ്രവാസി നമ്പി രാജേഷിന്റെ ഭാര്യയും പിഞ്ചുമക്കളും. എയർ ഇന്ത്യ തന്നെയാണ് ഭർത്താവിന്റെ മരണത്തിന് ഉത്തരവാദിയെന്ന് നമ്പി രാജേഷിന്റെ ഭാര്യ അമൃത പ്രതികരിച്ചു. എയർ ഇന്ത്യയുടെ നടപടിയെ നിയമപരമായി നേരിടും. പ്രവാസിയായ നമ്പി രാജേഷിന്റെ മരണത്തിൽ നഷ്ടപരിഹാരം നൽകില്ലെന്ന് എയർ ഇന്ത്യ വൈകിട്ട് കുടുംബത്തെ അറിയിച്ചിരുന്നു. മരണത്തിന് ഉത്തരവാദി എയർ ഇന്ത്യ അല്ലെന്നായിരുന്നു വിശദീകരണം. VVRന്റെ റിപ്പോർട്ടിലേക്ക്. മെയ് 8, 9 തീയതികളിലായിരുന്നു എയർ ഇന്ത്യയിലെ ക്യാബിൻ ക്രൂകൾ പ്രതീക്ഷിത സമരം, സിക്ക് ലീവ് റിപ്പോർട്ട് കൊണ്ട് സമരം നടത്തിയത്. നമുക്കറിയാം, വലിയ ബുദ്ധിമുട്ട് നിരവധി ആളുകൾക്ക്, യാത്രക്കാർക്ക്, അത് വിദ്യാർത്ഥികൾക്കും ജോലിയുള്ളവർക്കും കുടുംബങ്ങൾക്കും ഒക്കെ ഉണ്ട്. പക്ഷേ
ഏറ്റവും പരിഹരിക്കാൻ കഴിയാത്ത നഷ്ടമുണ്ടായത് ഇവിടെ ഈ കരമനയിലുള്ള അമൃതയ്ക്കും കുട്ടികൾക്കുമാണ്. അമൃതയുടെ ഭർത്താവ് രാജേഷ് ഈ സമയത്ത് ഹൃദയ സംബന്ധമായ അസുഖമാണ് ചികിത്സയിലായിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ രോഗം മൂർച്ഛിക്കുകയും അമൃതയോടെ പോകാൻ നിൽക്കുകയായിരുന്നു. പക്ഷേ ഈ സമരം കാണാൻ അവർക്ക് പോകാൻ കഴിയില്ല. എന്താണ് ഇപ്പോൾ എയർ ഇന്ത്യയുടെ ഒരു മറുപടി വന്നിരിക്കുന്നത്? ഇന്ന് വൈകുന്നേരം ഒരു 5:30 മണിക്കാണ് അവരെനിക്ക് മെയിൽ അയച്ചിരുന്നത്. അപ്പം അതിലവർ പറയുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾക്കിതൊന്നും ചെയ്യാനില്ല, ഞങ്ങളെ ഉത്തരവാദികളല്ല, ഞങ്ങൾക്ക് വേറെ ഒന്നും കോമ്പൻസേഷനൊന്നും തരാൻ പറ്റത്തില്ല എന്ന രീതിയിലാണ് അവർ പറയുന്നത്. 8-ാം തീയതി ടിക്കറ്റും അവർ 9-ാം തീയതി മാറ്റി തന്നു. 9-ാം തീയതി അവർ വേറെ ഞങ്ങൾക്ക് എയർലൈനിൽ സീറ്റ് നോക്കി, പക്ഷേ കിട്ടിയില്ല. പിന്നെ അതുകൊണ്ടാണ് അവരുടെ ഭാഗത്തുള്ള തെറ്റല്ല, സീറ്റ് ഇല്ലാത്തത് കൊണ്ടാണ്. പിന്നെ ഈ റീഫണ്ട് 30 days ആണ് പറയുന്നത്. ടിക്കറ്റിൻ്റെ തുക മാത്രം. ടിക്കറ്റിൻ്റെ തുക, പക്ഷെ അത് ഫുള്ളും തന്നില്ല. അതിന് 300 ചില്ലറ രൂപ കുറച്ചിട്ടാണ് തന്നത്. അതും 30 days ടൈമുണ്ട്. പിന്നെ നിങ്ങൾ ഏജൻസി വഴി ബുക്ക് ചെയ്തുകൊണ്ടാണ് ഇത്ര ഡിലേ ആയത്. അങ്ങനെ അവരെ ഭാഗം ന്യായീകരിച്ചാണ് പറയുന്നത്. അപ്പോൾ നഷ്ടമായത് എനിക്കും എൻ്റെ മക്കൾക്ക് മാത്രമാണ്. ഞങ്ങളുടെ വീട്ടിലെ കുടുംബത്തിലെ ഏക ഒരു വരുമാനം എൻ്റെ ഭർത്താവായിരുന്നു. ഞങ്ങൾക്ക് ആശ്രയമല്ല. ഞങ്ങൾ സാധാ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. വാടക വീടാണ്. ഞാൻ പഠിക്കുകയാണ്. എനിക്ക് വേറെ വരുമാനമില്ല. എൻ്റെ മക്കൾ കുഞ്ഞു മക്കൾ എന്താണെന്നോലും അറിവായിട്ടില്ല. ഇപ്പോൾ സത്യം പറഞ്ഞാൽ അടുത്ത ദിവസത്തെ ചിലവിന് പോലും കാശില്ലാത്ത രീതിയിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ഇനി എന്ത് ചെയ്യണമെന്നോലും അറിയത്തില്ല. വേറെ ഒരു മാർഗ്ഗവും ഇല്ലാതെ മുന്നേ ആകെ ഒരു പ്രതീക്ഷയിലുണ്ടായിരുന്നു. എന്തായാലും ഭർത്താവ് വരത്തില്ല, എന്നാലും എന്തെങ്കിലും ഒരു തുക കിട്ടിയിരുന്നെങ്കിൽ എനിക്കും എൻ്റെ മക്കൾക്കും ജീവിക്കാനുള്ള എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷ. ഇപ്പം ആ പ്രതീക്ഷയില്ല. കുട്ടികൾ സത്യം പറഞ്ഞാൽ സ്കൂളിൽ പോലും ഫീസ് അടച്ചില്ല ഇതുവരെ. അങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതും കൂടെ കേട്ടപ്പോൾ സത്യം ഞെട്ടിപ്പോയി. അവർ പെട്ടെന്ന് ഒരു കൈ ഒഴിഞ്ഞു. ഒരു മനുഷ്യത്വം പോലും ഇല്ല. അതൊരു ജീവൻ ഇവർക്ക് വിലയില്ല. ആ രീതിയിലാണ് ഇവർ കൈവിട്ടത്. ഞാൻ പറയാം, എന്തായാലും എയർ ഇന്ത്യയാണ് ഇതിന് കാരണം. എയർ ഇന്ത്യ കാരണമാണ് എൻ്റെ ഭർത്താവ് മരിച്ചത്. ഞാൻ അവിടെ കറക്റ്റ് സമയത്ത് പോയിരുന്നു. എൻ്റെ ഒരു സാന്നിധ്യം അദ്ദേഹം ഒത്തിരി ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ എത്താൻ പറ്റില്ലെങ്കിൽ ഇന്നേരം മരിക്കത്തില്ലായിരുന്നു. പൂർണ്ണമായും കൈയൊഴിഞ്ഞിരിക്കുന്നു എയർ ഇന്ത്യ. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അന്ന് തന്നെ നിരവധി ഒരുപക്ഷെ മലയാളികൾ ഒന്നടങ്കം വിഷമിച്ച ഒരു സംഭവമായിരുന്നു ഈ അമൃതയുടെ അവസ്ഥ. അപ്പോൾ എയർ ഇന്ത്യയിൽ നിന്ന് സഹായം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ ഒരു തരത്തിലും അവരുടെ വീഴ്ചയല്ല, അപ്രതീക്ഷിതമായി ഉണ്ടായ കാരണങ്ങൾ, ജീവനക്കാരുടെ സമരം തങ്ങളുടെ പ്രശ്നമല്ല എന്ന് പറഞ്ഞ് കൈയൊഴിയുകയാണ് എയർ ഇന്ത്യ ചെയ്തത്. അത് തന്നെയാണ് അമൃത ചോദിക്കുന്നത്. എന്ത് ചെയ്യണമെന്ന് മുന്നോട്ടുള്ള 5 വയസ്സും 3 വയസ്സുമുള്ള 2 കൊച്ചുകുട്ടികളാണ് അവർക്കുള്ളത്. അവരുടെ ജീവിതം പോലും എന്ത് ചെയ്യുന്നറിയാത്ത, അവരുടെ പഠനകാര്യത്തിന് പോലും എന്ത് ചെയ്യുന്നറിയാത്തൊരവസ്ഥയിലുണ്ട് ഈ കുടുംബം. ആരാണ് ഇവരെ സഹായിക്കുക എന്നൊക്കെ കണ്ടറിയണം. ഗവർണർ, മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് തുടങ്ങിയ എല്ലാ തലങ്ങളിലുള്ള ആളുകൾക്കും അവർ പരാതി നൽകിയിട്ടുണ്ട്. സഹായം ലഭിക്കുന്ന പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഇപ്പോൾ എയർ ഇന്ത്യയാണ് പ്രധാനമായും നഷ്ടപരിഹാരം നൽകേണ്ടത്. പക്ഷെ അവർ പൂർണ്ണമായും കൈയൊഴിഞ്ഞിരിക്കുന്നതിന് മറ്റു വഴികൾ തന്നെയാണ്, മറ്റു പ്രതീക്ഷകൾ തന്നെയാണ് അവർക്ക് ബാക്കിയുള്ളത്. മാടവനയിലെ ബസ് അപകടം കല്ലട ബസിന്റെ അനാസ്ഥയെന്ന് മോട്ടോർ വാഹന വകുപ്പ്. സ്പീഡ് ഗവർണറിന്റെ വയർ വിച്ഛേദിച്ചിരുന്നതായി MVD പറയുന്നു. ബസിന്റെ പിന്നിലെ ഇടതുവശത്തെ ടയർ മോശമായിരുന്നു. ബസ് അമിത വേഗതയിലായിരുന്നുവെന്നും മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ K. മനോജ് പറഞ്ഞു. 6 സീറ്റുകൾ അനധികൃതമായി പിടിപ്പിച്ചിരിക്കുന്നതായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പീഡ് ഗവർണർ പ്രവർത്തനക്ഷമമല്ലായിരുന്നു. കൂടാതെ നീല ഹാലജൻ ലാമ്പുകൾ ഘടിപ്പിച്ചിരിക്കുന്നതായി മനസ്സിലാക്കിയിട്ടുണ്ട്. റോഡ് ഗതാഗതത്തിൽ ഉണ്ടായ വ്യത്യാസങ്ങളാണ് കാലതാമസം വന്ന് വാഹനം ഇവിടെ വരാൻ കാരണമായതും. അതുപോലെ തന്നെ ഇടതുവശത്തെ പുറകിലെ ടയറുകൾ രണ്ടും തേഞ്ഞതായിരുന്നു. അതും അപകടത്തിൻ്റെ ആഘാതം കൂട്ടിയതായിട്ട് മനസ്സിലാക്കുന്നു. റോഡിൽ വെള്ളമുണ്ടായിരുന്നു. അതുകൂടാതെ സിഗ്നൽ വന്നപ്പോൾ അതിവേഗം അതിനെ മറികടക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ട് മറികടക്കാനായിട്ടുള്ള താല്പര്യത്തോടു കൂടി വന്നതാണ് ഈ അപകടത്തിൻ്റെ കാരണമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അമിത വേഗത ഉണ്ടായിരുന്നെന്ന് മനസ്സിലാക്കുന്നു. ട്രഷറി നിയന്ത്രണം ഒഴിവാക്കി. 25 ലക്ഷം രൂപ വരെയുള്ള ബില്ലുകൾക്കാണ് ട്രഷറി നിയന്ത്രണം ഒഴിവാക്കിയത്. ധനകാര്യ വകുപ്പ് ട്രഷറികൾക്ക് നിർദ്ദേശം നൽകി. നിലവിൽ 5 ലക്ഷത്തിന് മുകളിലുള്ള ബില്ലുകൾ വെയ്സ് ആൻഡ് മീൻസ് നിയന്ത്രണങ്ങൾക്ക് വിധേയമായാണ് മാറി നൽകിയിരുന്നത്. 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് MP-ആയി ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. नरेंद्र दामोदर दास मोदी जो लोकसभा का सदस्य निर्वाचित हुआ हूं, ईश्वर की शपथ लेता हूं कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा। मैं भारत की प्रभुता
और अखंडता अक्षुण्ण रखूंगा तथा जिस पद को मैं ग्रहण करने वाला हूं उसके कर्तव्यों का श्रद्धापूर्वक निर्वहन करूंगा. പ്രധാനമന്ത്രിക്ക് പിന്നാലെ മറ്റ് മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. സുരേഷ് ഗോപി മലയാളത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ കന്നഡയിലായിരുന്നു കുമാരസ്വാമിയുടെ സത്യപ്രതിജ്ഞ. കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനെ. ലോകസഭയിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന സുരേഷ് ഗോപിയായ ഞാൻ നിയമപ്രകാരം ഏർപ്പെടുത്തപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പ്രദർശിപ്പിച്ചു കൊള്ളാമെന്നും ഇന്ത്യയുടെ പരമാധികാരത്തെയും അവിഛിന്നതയെയും നിലനിർത്തിക്കൊള്ളാമെന്നും ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം വിശ്വസ്തമാം വണ്ണം നിർവഹിച്ചു കൊള്ളാമെന്നും ദൈവത്തിൻ്റെ പേരിൽ പ്രതിജ്ഞ ചെയ്തു കൊള്ളുന്നു. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ സത്യപ്രതിജ്ഞ ചെയ്യാനെത്തിയപ്പോൾ നീറ്റ് നീറ്റ് എന്ന് പ്രതിപക്ഷം മുഴക്കി. പ്രോടൈം സ്പീക്കറുടെ പാനലിൽ നിന്ന് ഇന്ത്യ സഖ്യാംഗങ്ങൾ പിന്മാറി. പ്രോടൈം സ്പീക്കർമാരുടെ പാനൽ വായിച്ചപ്പോൾ പ്രതിപക്ഷ അംഗങ്ങൾ പ്രതിഷേധിച്ചു. കേരളത്തിലെ 18 എംപിമാർ സത്യപ്രതിജ്ഞ ചെയ്തു. കാസർഗോഡ് എംപി രാജ്മോഹൻ ഉണ്ണിത്താനാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. മന്ത്രിസ്ഥാനം രാജിവെച്ച് ലോക്സഭയിലെത്തിയ കെ രാധാകൃഷ്ണൻ ദൃഢപ്രതിജ്ഞയാണ് എടുത്തത്. ഭരണഘടന ഉയർത്തിപ്പിടിച്ചാണ് ഷാഫി പറമ്പിൽ സത്യപ്രതിജ്ഞ ചെയ്തത്. ഹൈബീഡൻ ഹിന്ദിയിലും പ്രതിജ്ഞയെടുത്തു. വിശ്വാസവും കൂറും പ്രദർശിപ്പിച്ചു കൊള്ളാമെന്നും നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവാജ്യമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും മൂന്നാം ഘട്ടത്തിൽ 3 മടങ്ങ് അധ്വാനിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോക്സഭാ സമ്മേളനത്തിന് മുന്നോടിയായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതികരണം. ഇന്ത്യൻ ജനാധിപത്യത്തിന് മഹത്തായ ദിനമെന്ന് വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി തുടർച്ചയായി 3ാം തവണ സർക്കാർ അധികാരത്തിൽ വരുന്നത് 60 വർഷങ്ങൾക്ക് ശേഷമാണെന്നും പ്രതികരിച്ചു. എല്ലാവരെയും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകും. പാർലമെന്റിന്റെ മാന്യത പ്രതിപക്ഷം പാലിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും മോദി പറഞ്ഞു. ജൂൺ 25 ജനാധിപത്യത്തിനേറ്റ കളങ്കമാണെന്നും അടിയന്തരാവസ്ഥ ഓർമ്മിപ്പിച്ചുകൊണ്ട് മോദി പറഞ്ഞു. എന്നാൽ മോദിയുടെ അടിയന്തരാവസ്ഥ പരാമർശത്തിനെതിരെ പ്രതികരണവുമായി കോൺഗ്രസ് രംഗത്ത് വന്നു. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചില്ലെങ്കിലും അടിയന്തരാവസ്ഥയ്ക്ക് സമാനമാണ് സാഹചര്യമെന്ന് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ കുറ്റപ്പെടുത്തി. നേര്യമംഗലത്ത് ഓടിക്കൊണ്ടിരുന്ന കാറിനും ബസ്സിനും മുകളിലേക്ക് വൻമരം കടപുഴകി വീണ് ഒരാൾ മരിച്ചു. കാറിലുണ്ടായിരുന്ന രാജകുമാരി മുരിക്കൻതൊട്ടി സ്വദേശി ജോസഫാണ് മരിച്ചത്. ജോസഫിന്റെ ഭാര്യയും മകനും മരുമകളും അടക്കം 4 പേരാണ് കാറിലുണ്ടായിരുന്നത്. കാർ പൂർണ്ണമായും തകർന്നു. KSRTC ബസ്സിന്റെ ഒരു ഭാഗവും തകർന്നു. യാത്രക്കാർക്ക് പരിക്കേറ്റു. കൊട്ടാരക്കരയിൽ ശക്തമായ കാറ്റിൽ മരം വീണ് വൃദ്ധമാതാവിനും മകൾക്കും പരിക്ക്. തൃക്കണ്ണമംഗൽ സ്വദേശിനി, കിടപ്പ് രോഗിയായ ശോശാമ്മ, മകൾ അമ്മിണി എന്നിവർക്ക് പരിക്കേറ്റു. കാറ്റിൽ വീടിന് മുകളിൽ മരം വീണതോടെയാണ് ഇരുവർക്കും പരിക്ക് പറ്റി കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വൈകുന്നേരം 3:30 ശക്തമായ കാറ്റത്തും മഴയത്തും നിരവധി വീടുകളും വൈദ്യുതി പോസ്റ്റുകളും തകരാറിലായി. കൊട്ടാരക്കരയുടെ വിവിധ പ്രദേശങ്ങളിൽ വൈദ്യുതി ബന്ധം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കണ്ണൂരിൽ തലശ്ശേരിയിൽ ഓവുചാലിൽ വീണയാൾ മരിച്ചു. സ്വകാര്യ സ്ഥാപനത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരനായ കൊടിയേരി സ്വദേശി രഞ്ജിത്ത് കുമാറാണ് മഞ്ഞോടി കണ്ണിച്ചെറിയിലെ ഓവുചാലിൽ വീണ് മരിച്ചത്. കനത്ത മഴയെ തുടർന്ന് റോഡിൽ വെള്ളം നിറഞ്ഞിരുന്നു. ഈ ഭാഗത്ത് ഓവുചാലിന് മീതെ സ്ലാബ് ഉണ്ടായിരുന്നില്ല. നടന്നു പോകുമ്പോൾ കാൽ തെറ്റി വീണതാകാമെന്നാണ് സംശയം. സംസ്ഥാനത്ത് ഇന്ന് വ്യാപക മഴയെന്ന് കാലാവസ്ഥാ കേന്ദ്രം. എറണാകുളം ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടുമായിരുന്നു. വരുന്ന 5 ദിവസം അതിശക്തമായ മഴ തുടരുമെന്നും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിന് സാധ്യതയെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. +1 പ്രവേശന വിഷയത്തിൽ പ്രക്ഷോഭം കടുപ്പിച്ച് വിദ്യാർത്ഥി സംഘടനകൾ.
തിരുവനന്തപുരത്തും കോഴിക്കോടും മലപ്പുറത്തും നടത്തിയ പ്രതിഷേധ പ്രകടനങ്ങൾ സംഘർഷത്തിൽ കലാശിച്ചു. സർക്കാരിനെതിരെ SFIയും സമരം ചെയ്തു. +1 സീറ്റ് പ്രതിസന്ധിയിൽ KSU നാളെ വിദ്യാഭ്യാസ ബന്ദ് നടത്തും. മലപ്പുറത്ത് ഹയർ സെക്കൻഡറി മേഖല ഉപഡയറക്ടറുടെ ഓഫീസിലേക്ക് തള്ളിക്കയറിയ MSF വനിതാ പ്രവർത്തകരെയും KSU പ്രവർത്തകരെയും പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു നീക്കി. മലപ്പുറം കലക്ടറേറ്റിലേക്ക് SFI പ്രവർത്തകർ മാർച്ച് നടത്തി. അതിനിടെ വിദ്യാഭ്യാസ മന്ത്രിയെ ഉപരോധിച്ച KSU തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റിനെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് KSU നിയമസഭയിലേക്ക് നടത്തിയ മാർച്ചിലും സംഘർഷമുണ്ടായി. വിഷയത്തിൽ വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷ യുവജന സംഘടനകൾ. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ഭരിക്കുന്ന പാർട്ടിയുടെ കൊടിയുടെ നിറം നോക്കി സമരം നടത്തുന്നവരല്ല തങ്ങളെന്ന് SFI. +1 പ്രവേശനത്തിന്റെ 3ാം അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും ബാച്ച് അനുവദിക്കാത്തതിനെ തുടർന്നാണ് SFI സമരത്തിനിറങ്ങിയതെന്നും SFI കേന്ദ്ര കമ്മിറ്റി അംഗം അഫ്സൽ പറഞ്ഞു. കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ കൊടിയുടെ നിറം നോക്കി സമരം സംഘടിപ്പിക്കുന്നവരല്ല SFI എന്ന് ഇവിടെ മാധ്യമ പ്രവർത്തകർ സൂചിപ്പിക്കുകയാണ്. കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ കൊടിയുടെ നിറമല്ല SFIയുടെ കൺസേൺ. പിന്നെ ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് SFIയുടെ സമരം വലതുപക്ഷ UDF ഭരണകാലത്തെ പോലെ ഇല്ല എന്നുള്ള ചോദ്യമുണ്ട്. അത് പ്രസക്തമായ ചോദ്യമാണ്. അതിന് കാരണം എന്താ? UDF ഭരിക്കുന്ന കാലത്ത് വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകം കിട്ടാറില്ല. ഇപ്പോ പാഠപുസ്തകം കിട്ടുന്നുണ്ട്. സമരത്തിന്റെ ആവശ്യമില്ല. +1 സീറ്റ് വിഷയത്തിൽ സമരത്തിനിറങ്ങിയ SFIക്ക് മന്ത്രി V ശിവൻകുട്ടിയുടെ പരിഹാസം. ഇത്രയും നാൾ വെറുതെ ഇരുന്നതല്ലേ എന്നും ഇനി സമരം ചെയ്ത് ഒന്ന് ഉഷാറാകട്ടെ എന്നുമായിരുന്നു മന്ത്രിയുടെ പരിഹാസം. SFIക്ക് മനസ്സിലാക്കാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നാളത്തെ ചർച്ചയിൽ മനസ്സിലാക്കിപ്പിക്കാമെന്നും മന്ത്രി പ്രതികരിച്ചു. +1 സീറ്റ് പ്രതിസന്ധിയില്ലെന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ കണക്കുകൾ SFIക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണോ അവർ സമരത്തിനിറങ്ങിയതെന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനാണ് മന്ത്രിയുടെ മറുപടി. SFIക്ക് എല്ലാം മനസ്സിലാകണമെന്നില്ലല്ലോ എന്നും അവർ എന്താണ് മനസ്സിലാക്കിയതെന്ന് അറിയില്ലെന്നും മന്ത്രി പ്രതികരിച്ചു. ഇത്രയും നാൾ വെറുതെ ഇരുന്നതല്ലേ എന്നും ഇനി സമരം ചെയ്ത് കുറച്ചുകൂടി ഉഷാറാകട്ടെയെന്നും മന്ത്രി. വിദ്യാർത്ഥി സംഘടനയ്ക്ക് സമരം ചെയ്യാനുള്ള അവകാശമുണ്ട്. തൊഴിലാളി സംഘടനകൾക്ക് സമരം ചെയ്യാനുള്ള അവകാശമുണ്ട്. അവരുടെ സമരാവകാശത്തെ ഞാൻ നിഷേധിക്കുന്നില്ല. ഇന്നലെ എന്നെ KSUക്കാർ എന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കരിങ്കൊടി കാണിച്ചല്ലോ. ഞാൻ 10 മിനിറ്റോടെ നിന്നല്ലോ. അവര് സമരം മുദ്രാവാക്യം വിളിച്ച് തളർന്ന് പോയതിനു ശേഷമാണല്ലോ ഞാൻ അവിടെ നിന്ന് പോയത്. അപ്പൊ അതുകൊണ്ട് സമരം ചെയ്യാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ടല്ലോ. അത് ചെയ്തോട്ടെ.
സമരം ചെയ്ത് ഇത്രയും ദിവസമൊക്കെ സമരം ചെയ്യാക്കി ഇരിക്കുന്നവരല്ലേ, ഒന്ന് സമരമൊക്കെ ചെയ്തൊന്ന് ഉഷാറായി വരട്ടെന്ന്. നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ച ഭരണപക്ഷ MLA അഹമ്മദ് ദേവർകോവിലും സീറ്റ് ക്ഷാമം ചൂണ്ടിക്കാട്ടി. പ്രവേശനം ലഭിക്കാത്ത സാഹചര്യമുണ്ട്. ഇതിൽ അടിയന്തരമായി ഒഴിഞ്ഞു കിടക്കുന്ന ആ സീറ്റുകളെ കുറിച്ച് കൂടി പരിഗണിച്ചുകൊണ്ട് കുട്ടികൾക്ക് പഠിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണമെന്ന് സൂചിപ്പിച്ചു. 17,298 സീറ്റുകൾ ശേഷിക്കുന്നതായും സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ 9,820 സീറ്റുകൾ ഉണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. അപ്പോഴും 7,428 സീറ്റിന്റെ കുറവുണ്ടെന്നാണ് സർക്കാരിന്റെ കണക്ക്. ഇക്കാര്യത്തിൽ നാളെ വിദ്യാർത്ഥി സംഘടനകളുമായി വിളിച്ച യോഗത്തിന് ശേഷം തീരുമാനമുണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. +1 സീറ്റ് പ്രതിസന്ധിയിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ കോലം കത്തിച്ച് പ്രതിഷേധം. കോഴിക്കോട് നഗരത്തിൽ ABVP-യാണ് രാത്രി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ കോലം കത്തിച്ചത്. നഗരത്തിൽ ABVP നടത്തിവരുന്ന പ്രതിഷേധത്തിന്റെ തുടർച്ചയായാണ് സംഭവം. കാസർഗോഡ് ജില്ലയിൽ പാർട്ടി ശക്തി കേന്ദ്രങ്ങളിലെ വോട്ടുകൾ BJP-യിലേക്ക് പോയെന്ന് CPM ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം. സംസ്ഥാന സർക്കാരിനും EP ജയരാജനെതിരെയും ജില്ലാ കമ്മിറ്റിയിൽ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. ഉണ്ണിത്താനെതിരെയുള്ള പ്രചാരണ വീഡിയോ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ എതിർപ്പുണ്ടാക്കി. അമിത ന്യൂനപക്ഷ പ്രീണനവും CAA വിരുദ്ധ സമരവും വർഗീയ പാർട്ടിയായി ചിത്രീകരിക്കാൻ ഇടയാക്കിയെന്നുള്ള വിമർശനവും ഉയർന്നു. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ പിന്തുണച്ച് CPM തൃശൂർ ജില്ലാ കമ്മിറ്റി. മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിനെ നയിച്ചില്ലായിരുന്നുവെങ്കിൽ തോൽവിയുടെ ആക്കം കൂടുമായിരുന്നു എന്നാണ് കമ്മിറ്റിയുടെ നിലപാട്. അതേസമയം നവകേരള സദസ്സ് തിരിച്ചടിച്ചെന്ന് കമ്മിറ്റി വിലയിരുത്തി. ക്ഷേമ പെൻഷൻ മുടങ്ങിയതും സപ്ലൈകോയിലെ പ്രതിസന്ധിയും സാധാരണക്കാരെ പാർട്ടിയിൽ നിന്ന് അകറ്റി. റോഡിലെ കുഴികൾ അടയ്ക്കാത്തത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി. കരുവന്നൂർ വിഷയം കൈകാര്യം ചെയ്തതിൽ പാർട്ടിക്ക് വൻ പോരായ്മയുണ്ടായി. ഇടപാടുകാർക്ക് പണം പൂർണ്ണമായി നൽകാത്തതാണ് ഇരിങ്ങാലക്കുടയിൽ LDF-നെ 3-ാം സ്ഥാനത്തെത്തിച്ചത്. തെരഞ്ഞെടുപ്പ് കാലത്ത് തൃശൂർ മേയർ സുരേഷ് ഗോപിയെ വാഴ്ത്തിപ്പാടിയത് തിരിച്ചടിയായി എന്നും CPM തൃശൂർ ജില്ലാ കമ്മിറ്റി പറയും. തെരഞ്ഞെടുപ്പ് തോൽവിയെ തുടർന്ന് CPM-ൽ നിന്നടക്കം വിമർശനമുയർന്നെങ്കിലും മുഖ്യമന്ത്രിക്കൊപ്പം നിൽക്കുന്ന നിലപാടിലാണ് കേരള കോൺഗ്രസ്. പരാജയത്തിൽ മുഖ്യമന്ത്രിയെ മാത്രമായി പഴിചാരുന്നത് തെറ്റാണെന്ന് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം വിലയിരുത്തി. CPM-ന്റെ രാജ്യസഭാ സീറ്റ് ജോസ് കെ മാണിക്ക് നൽകിയതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിക്ക് അനുകൂലമായ വിലയിരുത്തൽ. അതേസമയം കോട്ടയത്ത് പരാജയപ്പെട്ട തോമസ് ചാഴിക്കാടൻ തോൽവിയുടെ കാരണങ്ങളിൽ മുഖ്യമന്ത്രിയുടെ നിലപാടുകളെയും ഉൾപ്പെടുത്തി. വെള്ളാപ്പള്ളി നടേശൻ വർഗീയത പറയുന്നുവെന്ന് A.V. ജയരാഘവൻ. വെള്ളാപ്പള്ളിയെ നവോത്ഥാന സമിതി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണോ എന്നത് വേറെ കാര്യമാണെന്നും A.V. ജയരാഘവൻ പറഞ്ഞു. അപകടങ്ങൾ പതിവായ മുതലപ്പുഴയിൽ 1.5 വർഷത്തിനകം സുരക്ഷിത സാഹചര്യം ഒരുക്കുമെന്ന് സർക്കാർ നിയമസഭയിൽ. മുന്നറിയിപ്പുകൾ അവഗണിച്ച് മത്സ്യബന്ധനത്തിന് പോകുന്നതാണ് അപകട കാരണമെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. കരാർ ലംഘനം നടത്തിയിട്ടും അദാനിക്കെതിരെ നടപടിയെടുക്കാൻ സർക്കാരിന് മടിയാണെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. മുതലപ്പൊഴി വിഷയത്തിൽ സർക്കാർ വകുപ്പുകൾക്കെതിരെ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ. മുതലപ്പൊഴിയുമായി ബന്ധപ്പെട്ട പഠനങ്ങളിൽ വകുപ്പുകൾക്ക് വ്യക്തതയില്ല. റിപ്പോർട്ടുകൾ പരസ്പര വിരുദ്ധമാണ്. വീണ്ടും റിപ്പോർട്ട് തേടിയതായും സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ A. റഷീദ് പറഞ്ഞു. സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6,600 രൂപ, പവന് 52,800 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 5,515, പവന് 44,120 രൂപയും. വെള്ളി ഗ്രാമിന് 95 രൂപ, കിലോഗ്രാമിന് 95,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.